തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ അതിഭീകരമായ ഒരു കൂട്ടക്കൊലയുടെ വിവരം വരികയാണ്. 6 പേരെ കൊലപ്പെടുത്തിയെന്ന് 23 വയസ്സുകാരൻ മൊഴി നൽകിയിരിക്കുന്നു. പെരുമല സ്വദേശി അഫാൻ ആണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഈ മൊഴി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ അഫാൻ എന്ന യുവാവ് തന്റെ കുടുംബത്തിലെ 5 പേരടക്കം അതിക്രൂരമായ ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നു. 2025 തികഞ്ഞിട്ട് ഏതാണ്ട് 2 മാസമാകുന്നു. ഇതിനിടയിൽ 3 കൂട്ടക്കൊലയാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. അഫാൻ ഈ കൊലപാതകം ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാന്നുള്ളത് പോലീസിന് വരെ ഇപ്പോഴും ഒരു പിടി കിട്ടിയിട്ടില്ല. ഇന്നും ഇന്നലെ ആയിട്ട് ഈ കേസ് BD എന്ന സംവിധാനം വളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആദ്യം ഇവര് പറഞ്ഞത് കണ്ടില്ലേ, ഈ അഫാൻ എന്ന പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടുകാർ ഇതിൽ സമ്മതം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഈ കൊലപാതകം ചെയ്തത്. പിന്നെ മീഡിയ പറയുന്നത് അഫാന്റെ കുടുംബത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു കൊലപാതകം അഫാൻ ചെയ്തതെന്നാണ്. നമുക്ക് അഫാന്റെ ഉപ്പ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്, അതൊന്ന് കേട്ട് നോക്കാം. എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടേ ഉള്ളൂ, അവനങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. അല്ല, നിങ്ങൾ പറഞ്ഞു അവരുടെ ആ പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് പൈസ വാങ്ങിച്ചാലും കുറച്ച് പകുതി പൈസ ഞാൻ കൊടുത്തു. കേട്ടില്ലേ, സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ കുടുംബത്തിനുണ്ടായിരുന്നു എന്ന് ഉപ്പ പറയുന്നുണ്ട്. അത് അയാൾക്ക് തന്നെ അത് വീട്ടാനുള്ളൂ. അപ്പൊ ഇതിന്റെ യഥാർത്ഥ സത്യം എന്താ? ലഹരി. ഭരണം എന്നൊരു സാധനവും കർശനമായ നിയമവും ഇല്ലാത്തതിന്റെ ഫലം. എന്തുകൊണ്ട് മനസാക്ഷി നടക്കുന്ന ഇത്തരം ക്രൂരകൃത്യങ്ങൾ തുടരെ ആവർത്തിച്ചിട്ടും ഇവിടുത്തെ അധികാരികൾ ഗൗരവത്തോടെ കാണുന്നില്ല? അതോ ഇതൊക്കെ നവകേരള പുരോഗമനത്തിന്റെ ഭാഗമാണോ? ലഹരി ഉപയോഗിക്കുന്നവരെയും വിൽപ്പന നടത്തുന്നവരെയും നാട്ടുകാർ കൈകാര്യം ചെയ്യാം. കാരണം ഇവിടുത്തെ നിയമത്തിനൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു പരിമിതി ഉണ്ട്.